ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുട്ടി ഹെയർ ബാൻഡിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഗോൾഡൻ ടിഷ്യൂ മെറ്റീരിയലാണ്. ഇതിൻ്റെ വിഡ്ത്ത് എടുത്തിരിക്കുന്നത് 3 ഇഞ്ചാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 40 ഇഞ്ചാണ്. ഇനി ഇത് രണ്ടായി മടക്കി നമുക്കിതിൻ്റെ അരികുവശം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ച് നമുക്ക് മറിച്ചെടുക്കാം. ഇതുപോലെ ഉള്ളിലേക്ക് സേഫ്റ്റി പിന്ന് കയറ്റിയെടുത്ത് ബാക്കിൽ നിന്നും വലിച്ചെടുത്താൽ നമുക്കിത് എളുപ്പത്തിൽ മറിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. മുഴുവനായിട്ട് മറിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അരികുവശമൊക്കെ നല്ല നീറ്റാക്കിയിട്ടൊന്ന് റെഡിയാക്കി എടുക്കണം. അടുത്തതായി ഒരു എലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. ഈ എലാസ്റ്റിക് സെൻറ്ററിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡും എലാസ്റ്റിക്കിൻ്റെ വീതി കഴിഞ്ഞുള്ള രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എലാസ്റ്റിക്കിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മുടെ തലയുടെ ചുറ്റളവിൻ്റെ 2 ഇഞ്ച് കുറവായിട്ടാണ് എലാസ്റ്റിക് എടുത്തിട്ടുള്ളത്. രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എലാസ്റ്റിക് ഇതുപോലൊരു സേഫ്റ്റി പിൻ ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്തതിൻ്റെ നടുവിലുള്ള ഗ്യാപ്പിൽ നമ്മൾ ഇതുപോലെ അകത്തേക്ക് കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എലാസ്റ്റിക് ഫുള്ളായിട്ട് ഇപ്പുറത്തെ വശത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അരികു വശം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ട് വശവും അരികൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എലാസ്റ്റിക്കും മെറ്റീരിയലും കൂടി ഇതുപോലെ വലിച്ച് എല്ലാ ഭാഗവും ഒന്ന് നീറ്റാക്കി എടുക്കണം. എല്ലാ ഭാഗവും നീറ്റാക്കി എടുത്തതിന് ശേഷം രണ്ടറ്റവും ചേർത്ത് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് തന്നെ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്.
രണ്ടും ഒരുമിച്ച് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഇതാണ് ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത്. ഇതിൽ ഞാനൊരു ഫ്ലവറാണ് തുന്നി ചേർക്കുന്നത്. ഫ്ലവറിൻ്റെ വീഡിയോ ഞാൻ മുൻപ് ഡീറ്റെയിൽഡ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ആ വീഡിയോ ഒന്ന് എടുത്ത് കാണുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.